സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ വടശ്ശേരി ഹരിയുടെ ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം ആ യജ്ഞത്തിൽ ഇന്ന് നമുക്ക് ദ്വിതീയ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായമാണ് സമർപ്പിക്കാനുള്ളത്. നമുക്ക് ആ അധ്യായത്തിൽ എന്താണ് ചുരുക്കത്തിൽ പറഞ്ഞതെന്ന് ആദ്യം ഒന്ന് നോക്കാം. അതിനുശേഷം അധ്യായം വായിച്ച് പാരായണം ചെയ്ത് സമർപ്പിക്കാം. ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പാ ഭഗവാന്റെ അവതാരങ്ങളാണ് ഇതിൽ ചുരുക്കി പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യമായിട്ട് ഈ സമുദ്രത്തിൽ താണുപോയ ഭൂമിയെ ഉദ്ധരിക്കാനായിട്ട് ഭഗവാൻ യജ്ഞവരാഹമൂർത്തിയായിട്ട് അവതരിച്ചു എന്ന് പറയുകയാണ്. അതിൻ്റെയൊക്കെ നിഷ്കർഷയജ്ഞം ഓരോ കഥകൾ തുടർന്ന് വരുന്നുണ്ട്. അപ്പം ആ ഒരു ചുരുക്കം പറയുകയാണ് അവതാരങ്ങളെക്കുറിച്ച്. പിന്നെ സായംഭൂമനുവിൻ്റെ ആ രക്ഷിപ്പിക്കാനായിട്ട് സുയജ്ഞ എന്നൊരു അവതാരത്തെ തിരുനാമത്തിൽ അവതരിച്ചു പറയുന്നുണ്ട്. അങ്ങനത്തെ അവതാരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്കൊക്കെ വളരെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടമാവേണ്ട ആ കപില വാസുദേവനായിട്ട് ദേവഹൂതിക്ക് ആത്മവിദ്യയെ ഉപദേശിച്ചു. ദേവഹൂതിക്ക് ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് ഞാനോ ഇതൊക്കെ. പിന്നെ ദത്താത്രേയനെ അവതരിച്ച് യദു കാർത്തവീര്യാർജൻ മുതലായവരെ ജ്ഞാനോപദേശം ചെയ്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ സനൽകുമാരൻ മുതലായ 4 കുമാരന്മാർ പ്രളയത്താൽ ഈ ലോകത്തിൽ നിന്ന് മറഞ്ഞുപോയ ആത്മതത്വത്തെ പ്രകാശിപ്പിച്ചു എന്നും പറയുന്നു. നരനാരായണ മൂർത്തികളായിട്ട് അവതരിച്ച് അത്യുത്കൃഷ്ടമായ ആ തപപ്രഭാവത്തെ പ്രദർശിപ്പിച്ചു എന്നാണ്. ഓരോ അവതാരങ്ങൾക്കും ഓരോ ഇതാണല്ലോ. ബാലനായ ധ്രുവനെ അനുഗ്രഹിക്കാനായി അവതരിച്ച് പരമമായ വിഷ്ണുപദം നൽകി എന്നാണ് പറഞ്ഞത്. ആ കഥ ഒക്കെ നിഷ്കർഷയജ്ഞ തുറന്നു വരും. പിന്നെ പൃഥുചക്രവർത്തിയായിട്ട് അവതരിച്ചു. ഭൂമിയിൽ ലയിച്ചുപോയ ഔഷധികളെ കറന്നെടുത്ത് പ്രജാരക്ഷണം ചെയ്തു. പിന്നെ ഋഷഭ ദേവനായിട്ട് അവതരിച്ച് ദുസ്തരമായ പരമഹംസചര്യയെ അനുഷ്ഠിച്ച് ലോകത്തിന് കാണിച്ചു കൊടുത്തു. പിന്നെ ഹയഗ്രീവമൂർത്തി തൻ്റെ ശ്വാസത്തു കൂടി വേദവാണികളെ പുറപ്പെടുവിച്ചു എന്നാണ് പറഞ്ഞത്. മത്സ്യമൂർത്തിയായിട്ട് അവതരിച്ചു. എൻ്റെ മുഖത്തിൽ നിന്നും നിർഗമിച്ച നാരദ പറയാൻ കേട്ടോ വേദങ്ങളെ ഗ്രഹിച്ചു എന്നാണ്. കൂർമ്മമൂർത്തിയായിട്ട് അവതരിച്ചു. പാൽക്കടലിൽ പാലാഴിമഥന സമയത്ത് ഭഗവാൻ താഴ്ന്നു പോയ മന്ദരപർവ്വതത്തിനെ ഉദ്ധരിച്ചു എന്ന് പറയുന്നു. പിന്നെ നരസിംഹമൂർത്തി ഹിരണ്യകശിപുവിൻ്റെ വധിച്ച് തൻ്റെ ഭക്തപ്രഹ്ലാദൻ്റെ കഥ അതൊക്കെ എന്നും നമ്മൾ സ്മരിക്കേണ്ടതാണ്. ആ ഭക്തപ്രഹ്ലാദനെ ഒന്ന് സ്മരിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ വാമനമൂർത്തിയായിട്ട് അവതരിച്ചു. അവിടെ വാമനമൂർത്തി ബലിയെ മഹാബലിയാക്കി തീർത്തു എന്നാണ് പറഞ്ഞത്. പരമധർമ്മിഷ്ഠനായ മഹാബലി, പരമധർമ്മിഷ്ഠനാണ് അദ്ദേഹം. എല്ലാം അവനവനെ വരെ ഭഗവാന് സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ 3 ലോകങ്ങളും യാചിച്ച് വാങ്ങി. എന്നിട്ട് എന്താ പറയുക, അത് മുഴുവൻ ഭഗവാൻ അത്ര സന്തോഷമായി. ഭഗവാൻ എന്നിട്ട് ആ ബലിയെ അനുഗ്രഹിച്ചു. അതിനൊക്കെ ബലിയെ നിഗ്രഹിച്ചു ചവിട്ടി താത്തി എന്നൊക്കെ ഈ പുറം ലോകത്തിലുള്ള ആൾക്കാർ ഒന്നും അറിയാതെ പ്രസംഗിക്കുന്നുണ്ട്. അതൊക്കെ വളരെ അപകടമാണ്. എത്രയോ നല്ല സുതലം ആ കൊണ്ട് താമസിപ്പിച്ച് ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന ആ സ്ഥലത്ത് കൊണ്ട് താമസിപ്പിച്ച് മാത്രം അവിടെ ഭഗവാൻ കാവൽക്കാരനുമായിട്ട് നിന്നു. ഇതിലും വലിയൊരു ഭാഗ്യം എന്താ കിട്ടാനുള്ളത്? അപ്പോൾ അതിനെ മറ്റുള്ള പറയുന്നത് നമ്മൾ കുറച്ച് വിവരമുള്ള ആൾക്കാരിത് പറയാൻ ഇഷ്ടമുള്ള ആൾക്കാരുടെ ഇത് പറയുമ്പോൾ അതിനെ എതിർത്ത് പറയുമെങ്കിലും വേണം. വാമനമൂർത്തിയെ ഭഗവാൻ ഒരിക്കലും ചവിട്ടി താത്തല്ല ഉണ്ടായത്, അനുഗ്രഹിക്കുക ഉണ്ടായത്. പിന്നെ ഹംസനായിട്ട് അവതരിച്ചു. വഴിപോലെ ആ ദിവ്യ ഔഷധത്തെ ജനങ്ങളുടെ രോഗം ശമിപ്പിക്കാൻ വേണ്ടി മറ്റേ ധന്വന്തരി മൂർത്തിയായിട്ട് അവതരിച്ചു. പിന്നെ ദുഷ്ടക്ഷത്രിയന്മാരുടെ ഉന്മൂലനത്തിനായിട്ട് പരശുരാമനായിട്ട് അവതരിച്ചു. ഇനി ഈ ശ്രീശുകർ അല്ലെങ്കിൽ വേദവ്യാസർ ഇത് എഴുതുന്ന സമയത്ത് തന്നെ വരാൻ പോകുന്ന അവതാരങ്ങളെക്കുറിച്ചും പറയാം എന്ന് പറയുകയാണ്. ശ്രീരാമചന്ദ്രനായി അവതരിച്ച് ലോകരാവണൻ അദ്ദേഹത്തിനെ വധിക്കും, ആ ലോകത്തിനെ രക്ഷിക്കും.
പിന്നെ മര്യാദാരാമൻ എന്നുള്ള നമുക്കറിയാതെ നോക്കാം. സംഘർഷണമൂർത്തിയായിട്ട് ബലരാമനോട് കൂടി ശ്രീകൃഷ്ണൻ അവതരിച്ച് ഭൂഭാരം വിശേഷം തീർത്ത് ലോകത്തിനെ വൈപോലെ സംരക്ഷിക്കും. ശ്രീകൃഷ്ണനും ബലരാമനും കൂടിയിട്ട് ആ അവതാരത്തിൽ എന്തെല്ലാം അത്ഭുത ലീലകളാണ് ചെയ്യാൻ പോകുന്നതെന്നോ അതൊന്നും എത്ര ലീലകളാണ് ഭഗവാൻ 90 അധ്യായങ്ങളാണ് ഭഗവത് ലീലകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അത്യാവശ്യം ചില കാര്യങ്ങൾ പറയുമ്പോൾ പൂതനാമോക്ഷം, ശകടാസുരവധം, തൃണാവർത്തവധം, ഉലൂഹലബന്ധനം, നളകൂപുരമണിഗ്രീവ മോക്ഷം, വിശ്വരൂപ ദർശനം, കാളിയമർദ്ദനം, ഇന്ദ്രദർപ്പം, ആ ഇന്ദ്രന്റെ അഹങ്കാരം സമർപ്പിക്കൽ, ഗോവർദ്ധനോദ്ധാരണം, വിശ്വരൂപ ദർശനം, ഗോവർദ്ധനോദ്ധാരണം, രാസക്രീഡ ഇത്യാദി അസംഖ്യം ലീലകളെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. സജ്ജനങ്ങൾ പറയാറുണ്ട്, ഭഗവാന്റെ ലീലകളെ എണ്ണി തീർക്കാനും പറ്റില്ല. ഒരു പക്ഷേ ഈ ലോകത്തിലുള്ള മണൽത്തരികളോ അല്ലെങ്കിൽ മഴത്തുള്ളികളോ എണ്ണാൻ പറ്റും. ഭഗവത് ലീലകളെ നമുക്ക് എണ്ണി തീർക്കാൻ കഴിയില്ല. അത്ര ഉത്തരമാണ് അതിൻ്റെ. വളരെ വിശിഷ്ടമാണത്. പിന്നെ വേദവ്യാസനായിട്ട് അവതരിച്ചു, വേദത്തിനെയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ബുദ്ധനായിട്ട് അവതരിച്ചു. പിന്നെ കർമ്മം ബുദ്ധി ചെയ്ത് പാഖണ്ഡമതത്തിനെ പ്രചരിപ്പിക്കും. പിന്നെ കലിയുഗ അവസാനത്തിൽ ദേവാലയങ്ങളിലും ആശ്രമങ്ങളിലും പോലും ഹരിയഥാപ്രസംഗം തീരെ ഇല്ലാതാവും. ഭഗവാനിലും വേദങ്ങളിലും വിശ്വാസമില്ല നശിക്കുമ്പോൾ അതിന് ഹേതുവായി നശിപ്പിക്കാനാണ് കൽക്കിയായിട്ട് അവതരിക്കുക എന്ന് പറയുകയാണ്. പിന്നെ ഈ അവതാരങ്ങളെ കൂടാതെ ബ്രഹ്മാവായ ഞാൻ്റെ തുടങ്ങി കാണപ്പെടുന്നതെല്ലാം സർവേശ്വരൻ്റെ ഭഗവാനല്ലാതെ ഒന്നുമില്ല. വീണ്ടും അതിങ്ങനെ നമ്മളെ ഓരോന്നായിട്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ മായാപ്രപഞ്ചം, ആ പ്രഭാവത്തെ ആർക്കും അറിയാൻ കഴിയുന്നില്ല. സനകാദികൾക്കോ എനിക്കോ ആർക്കും. പിന്നെ മറ്റുള്ളവരുടെ കാര്യം എന്താ പറയുക. എന്നാൽ നിഷ്കപടം അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് ഭജിച്ച് ആശ്രയിക്കുന്നവരിൽ ഇന്ദിരുപടി ഒരു സംശയമില്ല കൃപാവർഷം അവരെ അനുഗ്രഹിക്കും. അവരെ ഈ മായാസമുദ്രത്തിൽ നിന്ന് അക്കരയ്ക്ക് കടത്തും. എന്തുകൊണ്ടെന്നാൽ ഈ നായ്ക്കും നരിക്കും ഭക്ഷണമായി തീരാൻ പോകുന്ന ശരീരത്തിൽ ഭക്തന്മാർക്ക് അഹന്തയും മമതയും ഉണ്ടായിരിക്കില്ല. ഞാനാണ് ശരീരം, ആ ചിന്ത മനസ്സിൽ നിന്ന് മാറ്റണം എന്നാണ് ചുരുക്കം. ഇപ്രകാരം ഈ അനന്തമൂർത്തിയുടെ കൃപയ്ക്ക് പാത്രമായവർ അസംഖ്യമുണ്ട്. പ്രഹ്ലാദൻ, ധ്രുവൻ, അംബരീഷൻ, ഉദ്ധവര്, വിദുരര്, വിഭീഷണൻ, ഹനുമാൻ, ശുഗർ മുതലായവരും, ഗോപികൾ, ശബരി, അഹല്യ മുതലായ സ്ത്രീകളും, ജടായു, ഗജേന്ദ്രൻ മുതലായ തിര്യക്ക് ജന്തുക്കളും ഭഗവത് കൃപയാൽ മായയെ കടന്നവരാട്ടോ. ഭക്തന്മാർക്ക് എല്ലാം പുരുഷാർത്ഥങ്ങളെയും കൊടുക്കാൻ ആ ശക്തനായിട്ടുള്ള ആ ഭഗവാൻ മാത്രമാണ് പറ്റുള്ളൂ. സർവകാരണകാരനായ ആ ഭഗവാൻ തന്നെയാണ്. സകലതും അന്യമായി ഒന്നും തന്നെ ഇല്ല. വീണ്ടും പറയുകയാണ്. കഴിഞ്ഞ ഒറ്റ അധ്യായങ്ങളിൽ അതന്നെയാണ് പറഞ്ഞത്. ഭഗവാൻ അല്ലാണ്ട് ഒന്നുമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. നാരദരോട് പറയാണ്, നാരദരെ, ഇതേവരെ ഞാൻ ഈ പറഞ്ഞത് ബ്രഹ്മാവ് പറയാട്ടോ, പറഞ്ഞത് തന്നെയാണ് ഈ ഭാഗവതം. ഇത് ശ്രീനാരായണൻ എനിക്ക് ഉപദേശിച്ചതാണ്. ലോകമെല്ലാം ശ്രീഹരിയിൽ ഭക്തി വർദ്ധിക്കാൻ ഇതിനെ സ്മരിക്കുക, ഇതിനെ വിസ്തരിച്ച് പറയാന്നാണ് വസ ധർമാർത്ഥക എല്ലാം കൂടി ശരീരത്തോടു കൂടി നശിക്കും. നാശമില്ലാത്തത് ഈ ജന്മസാഫല്യത്തെ തരുന്നതും ആ കൃഷ്ണപ്രേമം മാത്രമാണ്. ആ പ്രേമഭക്തി സാധിച്ചു തരാൻ കഴിയാത്ത വർണ്ണ ആശ്രമധർമ്മങ്ങളോ ശാസ്ത്ര പാണ്ഡിത്യമോ തപസ്സോ എന്താ ഫലമുള്ളത്? ആ പദം പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റെന്ത് കർമ്മങ്ങളെ കൊണ്ട് എന്ത് ഫലമുള്ളത്? ആ മുകുന്ദന്റെ ലീലകളെ പ്രേമപൂർവ്വം കേൾക്കുക, വർണ്ണിക്കുക, അനുമോദിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ മായാമോഹത്തിൽ നിന്ന് മുക്തി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് 7ാമത്തെ അധ്യായം അവിടെ നിർത്തുന്നത്. ഇനി നമുക്ക് ആ അധ്യായം ഒന്ന് പാരായണം ചെയ്യാം. ഗുരുവായൂരപ്പ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം 2ാമത്തെ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായം.
നാരായണന്റെ അവതാരലീലകൾ ഓതി വിധീസുതൻ നാരദൻ കേൾക്കുവൻ. യജ്ഞവരാഹം ഹിരണ്യാക്ഷനെ കൊന്നൻ ഭൂമിയെ പൊക്കി മനുവിനേകി ഹരി. ആതൂതിയിൽ രുചിക്കായി സുയജ്ഞനായി ദക്ഷിണയ്ക്കൊപ്പം ഭരിച്ചു യഥാവിധി. കർദമാദേവഭൂതിക്കു സുതനായി സാഖ്യമോദി ഭക്തിമാർഗം കപിലനായി. അത്രി അനസൂയപുത്ര ത്രിമൂർത്തികൾ ചന്ദ്രനും ദുർവാസദത്താത്രേയൻ തഥാ. താപസരാജും സനകൻ സനാതനൻ പിന്നെ സനന്ദൻ സനത്കുമാരൻ ഋഷി. നാരായണനും നരനുമായി മൂർത്തിയിൽ ധർമ്മസുതരായി ചെയ്തു മഹാതപം. ബാലതപസ്വി ധ്രുവനു മുന്നിൽ ഹരി പ്രത്യക്ഷനായി നൽകി ശ്രേഷ്ഠം ധ്രുവപദം. വേനന്റെ ദുഷ്ടത ശേഷം പൃഥുവായി ജീവികൾക്കേകി ഭൂസമ്പത്തും സർവവും. അഞ്ചാശ്രമങ്ങളും ജീവിച്ചു കാട്ടിയ സാക്ഷാൽ ഋഷഭനായി നാഭിക്കുമേരുവിൽ. വേദത്തെ കട്ട് ഹയഗ്രീവനെ കൊല്ലാൻ വന്നു ഹയഗ്രീവനായി എൻ രക്ഷകൻ. മത്സ്യമായി സത്യവ്രതനെ പതിപ്പിച്ചു വൈവസ്വതനാക്കി സാത്വികൻ പാലകൻ. പാലാഴിദോഹനം ചെയ്യുന്ന വേളയിൽ കൂർമ്മമായി ഏവർക്കുമാധാരമായി ഹരി. പ്രസാദരക്ഷയ്ക്കായി വന്നു നരഹരി. കൊന്നു കശീപുവേ ലീലയായി. പാണ്ഡ്യ രാജൻ ഇന്ദ്രദ്യുമ്നൻ ഗജേന്ദ്രനായി പാലാഴി തീരം ത്രികൂടത്തിൽ വാഴവേ. ഹൂഹു മുതല കടിച്ചു സരസിലായി മുങ്ങി മരിക്കും മുമ്പെത്തി ഹരി സദാ. വാമനനായി വന്നതീതിതൻ പുത്രനായി മൂന്നടി മണ്ണെന്നു യാചിച്ചു മൂലോകം. രണ്ടു പാദത്താൽ അളന്നെടുത്തു അതിൽ വാഴിച്ചു ഇന്ദ്രനെ സ്വർഗത്തിൽ ശ്രീഹരി. ശുക്ര ഗുരുഭക്തന്മാബലി കാമന അർഹതയില്ലാത്തതാണ് ആണെന്നു കാണവേ. ശാസനാരൂപത്തിൽ രക്ഷകനായി ഹരി സ്വർഗസാമാനസുതലത്തിലാക്കിയും. പുത്രാനിനക്കും സനകാദികൾക്കുമായി ഭാഗവത തത്വം എന്നോടോതി ഹരി. 10 ദിക്കും രക്ഷ ചെയ്യും സ്വചക്രത്താൽ കീർത്തിവാനായി ജീവമുക്തിക്കു പ്രേരകൻ. സന്വന്തരിയായി ദേഹരോഗത്തെയും മോഹിനിയായി മനോദുഃഖമലമതും. ശാസ്ത്രതേജസമ്മദാസ്യഹുങ്കതും തീർത്തു പരശുവാൽ ഭാർഗവനായി സ്വയം. ശ്രീരാമനായി ഏകപത്നി വ്രതം കാട്ടി ആപത്തായി കാട്ടി അതിയുമാസക്തിയും. ഭൂവിൽ സമത്വവും തുല്യാവകാശവും സർവർക്കുമുണ്ടെന്നും കാട്ടി ജഗത്പ്രഭു. നാരായണ രോമം വെള്ളയാൽ രാമനും കൃഷ്ണരോമം കൊണ്ട് കൃഷ്ണനായും ഭുവി. ഭൂഭാരം തീർക്കുവാൻ രാമനായി കൃഷ്ണനായി സാക്ഷിയായി ലീലകളാടി ബഹുവിധം. പൂതനയും തൃണാവർത്തൻ ശകടനും വത്സൻ ഭഗൻ നഖൻ വ്യോമൻ നരിസ്തനും. ധേനുകൻ പിന്നെ പ്രളംബനും കേശിയും ഗോകുലലീലയാൽ മുക്തരായി ധന്യരായി. കാളിയമർദ്ദനം ചെയ്തു രമണകദ്വീപിലേക്കോടിച്ചു ശുദ്ധമാക്കി നദി. കാട്ടുതീയിൽ നിന്നും രക്ഷിച്ചു ഗോക്കളെ ഗോവർദ്ധനം പൊക്കി പേമാരിയും തഥാ. അമ്മ യശോദയ്ക്കു ബ്രഹ്മാണ്ടമൊക്കെയും കുഞ്ഞിവായിൽ കാട്ടി മോഹത്തിലാശിയും. ഗർഗമുനിയുടെ താടി വലിക്കവേ ശ്രീകൃഷ്ണനെന്നുള്ള നാമമിട്ടു മുനി. നാരദ ശാപത്താൽ വൃക്ഷമായി തീർന്നൊരാം പാർഷദരാം നളകൂപര മണിഗ്രീവൻ. ദാമോദരനാലെ മുക്തരായി സാത്വികർ മൂവിധ കർമ്മമെടുക്കാനായി വാഴ്ത്തിയും.
പാശിലോകം ചെന്നു പൂജകളേൽക്കവേ നന്ദനെയും കൊണ്ടുവന്നു ദാമോദരൻ. ഗോപികളെ കട്ട ശംഖചൂടവധം ചെയ്തു ശിരോരത്നം ഏകിരാമേത്മനായി. വൈകുണ്ഠം ഗോപർക്കും ഗോപികൾക്കും കാട്ടി തന്നുടെ യാഥാർത്ഥ്യം പിന്നെ മറയ്ക്കയും സാക്ഷിയായി ഗോപികൾക്കൊപ്പം നടിച്ചൊരാരാസലീല ചെയ്തു മാധവൻ സ്വേച്ഛയാം. കൊന്നു കുവലയാ പീഠത്തെ ലീലയായി മല്ലരെയും കംസരാജനെയും തഥാ. ഉഗ്രസേനൻ മഹാരാജാവു വാഴവേ ദേവേന്ദ്രനും കപ്പമേകി ശ്രീകൃഷ്ണനായി. സാന്ദീപനി നൽകി വിദ്യകളൊക്കെയും ദക്ഷിണയായി ഗുരുപുത്രന്റെ ജീവനും. പിന്നെ ജരാസന്ധ സൈന്യം 17 വട്ടം നശിപ്പിച്ചു ഭൂഭാരം തീർക്കുവാൻ. പാണ്ഡവ സഖ്യവും ഭാരതയുദ്ധവും മറ്റു പലവിധ ദുഷ്ടരെ കൊല്ലലും സാൽവ വിവിധ ശിശുപാലരുക്മിമാർ കാലപുരിക്കെത്തി ശ്രീകൃഷ്ണലീലയാൽ. രുക്മിണി കാളിന്തി സത്യഭാമ സത്യജാമ്പവതി മിത്രവിന്ദയും ലക്ഷ്മണ. ഭദ്രപതി 1008 പത്നിമാരൊത്തു വസിച്ചു വിദഗ്ധനായി. പുത്രപൗത്രാദികളൊത്തു വളർന്നൊരു യാദവ വംശവും തീർത്തു ഒടുവിലായി. ഉദ്ധവനും ഗീതപാർത്ഥനും താത്വികം ജ്ഞാനത്തെയേകീഹിതകാരി സാത്വികൻ. വ്യാസനായി വേദാപുരാണേതിഹാസവും മാനവമുക്തിക്കായി നൽകി യഥാവിധി. ബുദ്ധനായി പാഖണ്ഡദൂഷ്യമകത്തിയും കൽക്കിയായി ദുഷ്ടരെ തീർത്തും മുഴുവനും. നാൻമുഖൻ ഞാനും മരീച്യാദിപുത്രരും സൃഷ്ടിച്ചത് മനു ഇന്ദ്രാദിരക്ഷിതം. ആസുരരാക്ഷസൻ സർപ്പാഗ്നികൾ വഴി സംഹരിക്കുന്നു ശിവൻ ഹരിസേവകൻ. മായ കൊണ്ടെല്ലാം നടത്തും ഭഗവാന്റെ മഹാത്മ്യമാർക്കും അറിയില്ല പൂർണ്ണമായി. പുണ്യപാപം സമമാക്കും കരുണയാൽ ജ്ഞാനിയാം ജീവനെ മുക്തനാക്കും ഹരി. ധർമ്മൻ കപിലൻ ശിവൻ ബലി ഭീഷ്മരും നിഷ്കാമർ നാരദൻ ഞാനും മനൂനൃപൻ. മാത്രം ഭഗവാന്റെ ലീലാരഹസ്യങ്ങൾ സ്വൽപ്പമറിയാറായി ഭാഗ്യം ലഭിച്ചവൻ. സ്ത്രീകളും ശൂദ്രരും കാത്താളരജ്ഞരും ബ്രഹ്മഹത്യാ പാപം ചെയ്തവർ കൂടിയും ശ്രീഹരി ലീലകൾ കേട്ടു പഠിപ്പിച്ചു കീർത്തിച്ചു നാമം ജപിച്ചു കഴിയുകിൽ. പശ്ചാത്താപം പൂണ്ട് ആദ്രമനസ്കരായി സ്വാർത്ഥമുപേക്ഷിച്ച് ദ്വന്ദ്ം കടക്കുവോർ ശുദ്ധമനസ്കരായി സംസാരം താണ്ടുവാൻ അർഹത നേടുന്നു ഭക്തരായി മുക്തരായി. ആയതുകൊണ്ടു ഞാൻ ഭാഗവത മോദി നീതു ഭക്തി വളർത്തുവാൻ പാടണം. ലോകത്തിൽ സർവരും ശ്രീഹരിലീലകൾ കേൾക്കണം. കന്മഷം തീർക്കാൻ കലിയിൽ വേദം വിധിച്ചുള്ള കർമ്മങ്ങളിൽ വ്യാസൻ ചൊല്ലി മനഃശുദ്ധി നേടാനായി യാഗവും പൂജാവിധി ദാനഹോമ വ്രതാദികൾ വൃത്തിയേക്കാൾ വേഗം കിട്ടണം മുക്തിയെ. കൃഷ്ണാരാധേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ നമഃ. സ്കന്ധം 2 അധ്യായം 7 സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ആ സാക്ഷാൽ ശ്രീഹരിയെ ഭജിക്കുക, ശ്രീഹരിയുടെ നാമം ചെല്ലുക, അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പൊരുള്. അതെല്ലാം മറക്കാതിരിക്കാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിക്കുക. അങ്ങനെ ആ ഭഗവത് സ്മൃതി എല്ലാവരിലും ഉണ്ടാവട്ടെ. ഗുരുവായൂരപ്പ അതിന് ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഗുരുവായൂരപ്പ ശരണം.